നമുക്കിനി നേരെ കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവിടെ തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ എവിടെയാണ് നിൽക്കുന്നത്? കാരണം ചേതൻ SM സ്ട്രീറ്റിലായിരുന്നു, ഒപ്പം സുലേഖയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. സപ്ലൈകോയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് നൽകിയത്. തിയോഫിൻ, എങ്ങനെയാണ് കൊച്ചിയിലെ ആളുകളുടെ ഒരു ഓണം ഏത് രീതിയിൽ എത്തിക്കഴിഞ്ഞു? ഭദ്ര തീർച്ചയായും ഓണത്തിന് വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ അവസാന വട്ട ഒരുക്കത്തിൽ വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള ഒരു തിരക്കിലാണ് ജനങ്ങളെല്ലാം. നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിലെ ജനത്തിരക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രോഡ്വേയിലെ കൂടുതൽ വസ്ത്രങ്ങളായി കൂടുതൽ വിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വിവിധതരം വസ്ത്രങ്ങളും ചെരുപ്പ്, കുട, അതുപോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണിത്. ഇവിടെ ഈ വസ്ത്രങ്ങൾ, അതായത് പലപ്പോഴും കടകളിലോ ഈ സമീപത്ത് വസ്ത്ര വ്യാപാരശാലകളാണ് ഇവിടെ കൂടുതൽ. അവരും അതോടൊപ്പം തന്നെ ഈ പല സ്ഥാപനങ്ങളും പുറത്തേക്ക് ഓണത്തിന് വന്ന പുതിയ സെലക്ഷനെല്ലാം പുറത്ത് എടുത്തിട്ട് പ്രത്യേക ഡിസ്കൗണ്ടിൽ വിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ള ഒരു ജനത്തിരക്കിലാണ്. കുടുംബസമേതം ഒട്ടനവധി പേർ വന്ന് സാധാരണക്കാരൊക്കെ വന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലം, വലിയൊരു വ്യാപാര കേന്ദ്രമാണ് ഈ ബ്രോഡ്വേ. അപ്പോൾ ഏത് വിശേഷ അവസരങ്ങളിലായാലും കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനായി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ. ആ ബ്രോഡ്വേയിലെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രോഡ്വേയിൽ ഈ ഭാഗത്ത് ഒരു ജംഗ്ഷനോട് ചേർന്നുള്ളൊരു ഭാഗമാണ്. ഇവിടെ 4 വശത്തു നിന്നുള്ള റോഡുകളാണ്. പല ഭാഗത്തു നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്നും മാർക്കറ്റിനുള്ളിൽ നിന്നും ഒക്കെ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലം. ഇവിടെ ഈ റോഡിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. എല്ലാ സമയത്തും എപ്പോഴും വിശേഷ അവസരങ്ങളിലൊക്കെ അതിനു മുമ്പായി ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി എത്തിച്ചേരാറുള്ള സ്ഥലം. അവിടെ വലിയ തിരക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പരമാവധി തങ്ങൾക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ, ഈ ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത അതായത് ഓരോ റോഡുകളിലും ഓരോ പ്രത്യേക തരത്തിലുള്ള സാധനങ്ങളാണ്. പ്രത്യേകതരം, അതായത് സ്ഥാപനങ്ങളുണ്ട്, വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് നിറയെ അടുത്തടുത്തുണ്ടാകും. അതോടൊപ്പം ഓണം ആഘോഷിക്കണമെങ്കിൽ അതിനുവേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ, ഒരു മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടു പോകാനുള്ള സൗകര്യം ഉണ്ട്. അത് കണക്കിലെടുത്താണ് ഇവിടേക്ക് പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്ക് അവരുടെ പ്രതികരണമൊക്കെ ചോദിക്കാം. നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒട്ടനവധി പേർ. നമ്മൾ എവിടുന്ന് വരുന്നത്? ഞങ്ങൾ പനങ്ങാട്. ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്? ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെ വാങ്ങി? അത്യാവശ്യം ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഉച്ചയ്ക്ക് മഴയായത് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ വന്ന് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ കുറേ പർച്ചേസിങ് ഇനിയുണ്ട്. ഡ്രസ്സൊക്കെ മേടിച്ച് എടുത്തെടുത്ത് കഴിഞ്ഞു. ഇല്ല, അച്ഛനും മോളും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. വൈഫും മൂത്ത മോളും വീട്ടിലുണ്ട്. സാധനങ്ങൾ വാങ്ങാനുള്ള, വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് അവരൊക്കെ എത്തിയിട്ടുള്ളത്. നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ചെരുപ്പുകൾ വിൽക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. ഇതേ റോഡിൽ തന്നെ ഒരു ഭാഗത്ത് ചെരുപ്പുകൾ, അതുകൊണ്ട് ചെരുപ്പ്, കുട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിരവധി ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒട്ടനവധി വ്യത്യസ്ത സാധനങ്ങളുണ്ട്. മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ മാർക്കറ്റിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് പച്ചക്കറികളും പൂക്കളും ഒക്കെ കിട്ടുന്ന ഭാഗമുണ്ട്. അതെല്ലാം അങ്ങനെ ഒരുപാട് വ്യാപിച്ചു കിടക്കുന്നൊരു സ്ഥലമാണ് ഈ ബ്രോഡ്വേ. ഒരുപാട് വെറൈറ്റി ഉള്ള, അതായത് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഫ്രീക്കായിട്ട് നടക്കാൻ പറ്റിയ രീതിയിലുള്ള പുതിയതരം കൂളിംഗ് ഗ്ലാസ്സുകൾ, അങ്ങനെ ഇതെല്ലാം കയ്യിലൊതുക്കുന്ന വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ये तो कहाँ से लाया? नहीं है भैया, हम नहीं मालूम सेल से. ठीक है. അദ്ദേഹത്തിന് ഭാഷ മനസ്സിലാകുന്നില്ല. ഉത്തരേന്ത്യക്കാരനാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽറ്റുകൾ, പേഴ്സുകളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ വസ്ത്രത്തിനാണ്. ഓണക്കോടി എന്ന് പറയുന്നത് വസ്ത്രം വാങ്ങാനുള്ള തിരക്കാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓണക്കോടി എടുക്കാനുള്ള തിരക്കാണ്. വസ്ത്രം വാങ്ങാനായി വന്നെത്തുന്ന ഒട്ടനവധി പേരുണ്ട്. ചെറുപ്പക്കാരുണ്ട്, പുതിയ ഫാഷനൊക്കെ നോക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നവരുണ്ട്. ആമൻ എടുത്തെടുത്തു. ഇല്ല, കുറച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് എടുക്കുക. കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഓണത്തിന് വേണ്ട പരിപാടി വേറെ ഇനി നാട്ടിൽ പോവാ. ട്രിവാൻഡ്രത്താ.
അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, ഇവിടെ പഠിക്കാൻ വന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ ഇനി ഓണത്തിന് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ ഒരുക്കത്തിനിടയിൽ അവസാനവട്ടം വസ്ത്രങ്ങൾ കൂടി വാങ്ങാൻ, ഡ്രസ്സൊക്കെ വാങ്ങി പോകേണ്ടവർ അങ്ങനെ കൂട്ടുകാരുമായി എത്തിയ യുവാവിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വസ്ത്രങ്ങൾ കിട്ടുന്നു, സാധനങ്ങൾ കിട്ടുന്നു എന്നാണ് ഈ ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് ഉപഭോക്താക്കളും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും കുറച്ച് നമുക്ക് തിയോഫിൻ അങ്ങനെ ഫ്രീക്കന്മാരുണ്ട്. തന്നെയാണ്. ഇപ്പോൾ ബ്രോഡ്വേയിലാണ് തിയോഫിൻ ചേർന്നത്. എന്തായാലും തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഇങ്ങനെ അവസാനവട്ട ഒരുക്കത്തിലാണ്, ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ് ഓരോ മലയാളിയും. ഓണച്ചന്തകളിലെ തിരക്കുകളും വിശേഷങ്ങളുമാണ് നമ്മുടെ പ്രതിനിധികൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.